ഇക്കാലത്ത് എങ്ങനെയാ വിശ്വസിച്ച് കുട്ടികളെ കോളേജിലേക്കാ? പണ്ട് ഇങ്ങനെയൊന്നും കേട്ട് കേൾവി പോലും ഇല്ല. ആ സുബോധനെ പുറത്താക്കിയതോടെ ഹോസ്റ്റൽ ക്ലീൻ ആയി. ഇപ്പൊ വലിയ വീമ്പിളക്കിക്കോ. ശിവൻ പ്രശ്നത്തിൽ പെട്ടപ്പോ പെണ്ണിന്റെ മുഖം ഒന്ന് കാണായിരുന്നു. ഓ, ശിവന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ലേ. ആ, ഹോറിയുടെ സുൽത്താനിങ് വന്നല്ലോ. ഇപ്പോഴാള് അടിപിടി സുൽത്താനല്ലേ. നീ ഒരു കുട്ടിയെ പേടിപ്പിച്ചു എന്നൊക്കെ കേട്ടല്ലോ ശിവ. ഓഹോ, അപ്പോഴേക്കും വിവരം എത്തിയോ? എടി, നീ ഒരു കാര്യം ചെയ്യ്, ഒരു മൈക്കുമായിട്ട് ഇറങ്ങി ഈ വാർഡ് മുഴുവൻ കയറി അനൗൺസ് ചെയ്യ്. നീ വെറുതെ അവളോട് ചൂടാവണ്ട. എന്നോട് ഈ വിവരം പറഞ്ഞത് കുമാരനാ. അത് ഞാൻ നുണയൊന്നല്ലോ, സത്യം തന്നെയല്ലേ. ഞാൻ വിചാരിച്ചു ഇനി ഈ കേസ് കെട്ടൊക്കെ ആയിട്ട് കുറച്ചു ദിവസം ഈ ശല്യം ഒഴിഞ്ഞു കിട്ടൂന്ന്. ശല്യം ഇപ്പൊ തന്നെ ഒഴിവാക്കി തരാം. ഞാൻ പോവാ. മനുഷ്യനോട് നിക്കടാ, അവള് വെറുതെ. കുമാര, വിളിക്കവനെ. നിന്റെ കളി കുറെ കൂടുന്നുണ്ട്. കുട്ടിക്കളിയല്ല ജീവിതം. ഞാനും പോവാ. നീ പോകാൻ വേണ്ടി പറഞ്ഞതല്ല. അമ്മൂമ്മ ഒരു കാര്യം പറഞ്ഞ മക്കള് കേക്കുവോ? ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലമുണ്ട്, മംഗല്യംകാവ്. നല്ല ശക്തിയുള്ള ദേവിയാ. വിവാഹത്തിനു മുൻപ് മക്കൾ അവിടെ ചെന്നൊന്ന് തൊഴണം. മംഗല്യ സൂക്തം വഴിപാട് കഴിക്കുകയും ചെയ്യണം. ദോഷങ്ങളൊക്കെ തീർന്നു കിട്ടും. ഞങ്ങൾക്കിപ്പോ ഒരു ദോഷവും ഇല്ല. അമ്മമ്മയുടെ ഒരു അന്ധവിശ്വാസങ്ങള്. ഞാൻ ഇറങ്ങുക. നിങ്ങളുടെ ആ പഴയ ഹിറ്റ് ഗാനം കേൾക്കണമെന്ന് ഇവിടെ പലർക്കും ആഗ്രഹമുണ്ട്. പ്ലീസ് നീന, ഒന്ന് സമ്മതിക്കേ. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാനും ശിവനും കൂടി ഒരു സ്റ്റേജിൽ പാടാൻ നിഷ് സമ്മതിക്കില്ല. എനിക്ക് ഉറപ്പാ. ഓ, അപ്പൊ അവളാണല്ലേ പ്രശ്നം. രജത്ത് എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. നീനേ ശിവനും ഒരേ സ്റ്റേജിൽ, അത് ശരിയാവില്ല. നമ്പർ ഒന്ന് മാറ്റിയാലോ? ഞാൻ ആലോചിക്കുകയായിരുന്നു, എത്ര ഭാഗ്യം ചെയ്തവരാ നിങ്ങൾ. ഇത്രയും സ്നേഹമുള്ള ഒരാളെ കിട്ടുകയെന്ന് വെച്ചാൽ ശിവ സുഹൃതം ചെയ്യണം. അതുപോലെ ശിവൻ പറയുക, നിഷി സമ്മതിക്കാതെ ഒരു വരി പോലും മൂടില്ല. സ്നേഹത്തിന്റെ വില എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇതെന്താ ഒരു റിയാക്ഷനും ഇല്ലാത്ത കെമിക്കൽ പോലെ ഇരിക്കുന്നത്? ഭാഗ്യമില്ലാത്തത് ഇവിടുത്തെ കുട്ടികൾക്കാ. അവരുടെ രണ്ടുപേരുടെയും ഗാനം കേൾക്കാൻ ഇവർക്ക് വിധി ഉണ്ടാവില്ല. ഇത്രയൊക്കെ ആയിട്ടും നിഷിയുടെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. എത്രയൊക്കെ ആയിട്ടും രജത്തെ ഒന്ന് വിട്ടുപിടി. എന്റെ കയ്യിൽ ആസിഡോ. ഈ കോളേജിന്റെ ഫൈനാൻസ് സെക്രട്ടറി എന്ന നിലയിൽ വളരെ അഭിമാനത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ ക്യാമ്പസിലെ പല ഗായകരുടെയും അവരുടെ ശിങ്കിടികളുടെയും പിറകെ ഞാൻ നടന്നു. പക്ഷേ തോറ്റു പിന്മാറാൻ ഞാൻ തയ്യാറല്ലാത്തതിനാൽ യുവതി യുവാക്കളുടെ രോമാഞ്ചമായ പ്രേംരാജും അനുരാധയും ചേർന്ന് ഒരുക്കുന്ന ഒരു അടിപൊളി ഗാനമേള ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പാട്ട് പാടിയാൽ എന്താ കുഴപ്പം? നിനക്ക് അവനറിയില്ലേ? പ്ലീസ് നിഷി. ശരി, ഈ പ്രാവശ്യത്തേക്ക് ഞാൻ സമ്മതിക്കുന്നു.
എന്താ കാര്യം? ചേട്ടാ കുറച്ച് കള്ളു തരുമോ? കള്ള. പിന്നെന്താ? എടി നിഷി, നീ എന്തായി കാണിക്കുന്നേ? അല്ല മോളെ, ഗ്ലാസ് ഒന്നും ഇല്ലല്ലോ. അതിനെന്താ എന്നെ കയ്യിലേക്ക് ഒഴിച്ചേ? എടി എടി വീട്ടിൽ അച്ഛനും അമ്മ ഉണ്ടെന്ന്. അവർക്ക് വേണോ? എടി, ഉണ്ടോ ചേട്ടാ? എൻ്റെ അമ്മേ. അച്ഛനമ്മയ്ക്ക് അങ്ങ് ഷാപ്പില്. ഇതോളി ടീനേജ് ഡീൽസ്. ഒഴിക്ക്. ആരാടത്? നല്ല അസല് കള്ള്. എത്രയേട്ടാ കാശ്? നോ 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 നോ. കാശ് വേണ്ടേ? കുട്ടിയെപ്പോൾ ഒരു സുന്ദരിക്ക് ഈ കൈ കൊണ്ട് ഇത്ര കള്ളൊഴിച്ചിടാൻ കഴിഞ്ഞത് ജന്മം സഫലമായി. ഇപ്പോഴാണ് കുട്ടി ഞാനൊരു യഥാർത്ഥ ചത്തുകാരനായി. എടി ഞാൻ ഡ്രൈവ് ചെയ്യാം. എത്ര ഫീറ്റ് ആയാലും എനിക്ക് നല്ല കൺട്രോളാ. എടി എടി നീ എന്റെ വീട്ടിലേക്കാ പോണേ. ഞാനും അങ്ങോട്ടേക്ക് തന്നെയാ പോകുന്നത്. നീ വരുന്നോ? അബദ്ധമൊന്നും കാണിക്കരുത്, സൂക്ഷിച്ചു നിന്നോണം. ഇതെന്റെ വീടാ. ഐ ആം ഫിറ്റ്. പോരെ? ഈശ്വര. എടി എടി, ഇത് നിന്റെ പപ്പയല്ല, എന്റെ അച്ഛനാ. എന്താണോ നിനക്കൊരു പരിഗകളി? എന്തു പറ്റി നിനക്ക്? അല്ല, ഇവളൊരു വല്ലാത്ത സ്പ്രേ അടിച്ചിട്ടുണ്ടേ. കാറിൽ ഇരുന്നപ്പോ തന്നെ എനിക്ക് ഛർദിക്കാൻ നീ മതി. അവിടെ പുറത്തിരുന്ന് ഛർദ്ദിച്ചിട്ട് പതുക്കെ വന്നാ മതി. മോളിക്ക് കേറി വാ. അല്ല, വെളിയിൽ നല്ല കാറ്റല്ലേ, മോള് ഇവിടെ ഇരുന്നാ മതി. അയ്യോ, ഇവന്റെ ഒരു കാര്യം, അച്ഛനും അമ്മയ്ക്ക് സൗന്ദര്യല്ലേ മോളെ? വീട്ടിലേക്കൊന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പോഴാ ശിവന്റെ അച്ഛന് കാലൊന്ന് ഉളിക്കിയത്. നല്ല നീരുമുണ്ട്. എന്നിട്ട് എന്താ എന്നോട് പറയായിരുന്നേ? നോക്കട്ടെ. ഒന്നുമില്ലടാ, നമ്മുടെ ആ പടിഞ്ഞാറ് തൊടിയിലേക്ക് ഇറങ്ങിയപ്പോ കാലം തുളുക്കി. ഞാൻ അതിന് കുഴമ്പും വാങ്ങി പരട്ടി. എന്തായാലും രണ്ടുപേരും ഹോസ്പിറ്റൽ വരെ ഒന്ന് വരണം. കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തണം. മകൻ ഡോക്ടറായിട്ട് ചികിത്സിക്കാന്ന് വിചാരിച്ച് കാത്തിരിക്കാൻ രണ്ടുപേരും. കൊള്ളാം. നീ പോയി ഡ്രസ് മാറ്. അയ്യോ, ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ പോണം. സ്റ്റഡി ലീവ് അല്ലേ അമ്മേ? നിക്കടാ, ഞങ്ങളൊന്ന് കാണട്ടെ. എന്തായാലും നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. അതെ. മോൾ ഇതുവരെ എപ്പോഴെങ്കിലും വേലയിൽ ഊണ് കഴിച്ചിട്ടുണ്ടോ? കൊള്ളാം. അച്ഛൻ എന്താ കരുതിയിരിക്കുന്നത്? ഇപ്പൊ സദ്യയും വാഴയിലയും ചക്കപ്പുഴുക്കും ഒക്കെ ഏത് സ്റ്റാർ ഹോട്ടലിലും കിട്ടും. ചക്കപ്പുഴുക്കും? അതെ, സ്ഥിരവക്ക് 5 സ്റ്റാർ ഹോട്ടലല്ലേ ഭക്ഷണം. നിങ്ങൾ തമ്മിലുള്ള അടിയും പിടിയൊന്നും ഒരിക്കലും തീരില്ല കുട്ടികളെ. അല്ല, അച്ഛനും അമ്മ ഇരിക്കുന്നില്ലേ? ഏയ്, ഞങ്ങള് പിന്നെ ഇരുന്നോളാം. അത് ശരിയാവില്ല. എല്ലാവർക്കും ഒരുമിച്ചിരിക്കാം. എന്നാ ഇരിക്കണു മോനെടുത്ത് നീങ്ങി. മോക്ക് മീനും ഇറച്ചിയൊക്കെ പതിവായിരിക്കും അല്ലേ? ഇപ്പൊ അതങ്ങോട്ട് സഹിക്കുക. ഒരു നേരം വെജിറ്റേറിയൻ ഒക്കെ ആവാം അല്ലേ? പിന്നെ ശിവൻ പറഞ്ഞത് ശരിയാ. ആ സ്പ്രേക്ക് ഒരു പൊട്ട മണുണ്ട്. കള്ളോടിച്ച്